Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi wa kafa. Wassalatu wassalamu ala nabiyil mustafa wa ala alihi wa sahbihi ahli sidqi wal wafa. കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരിൽ പലരും രോഗികളാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദരായ ട്രഷറർ ബഹുമാനപ്പെട്ട ശൈഖുന കൊയ്യോട് ഉസ്താദ് ഹോസ്പിറ്റലിൽ പ്രയാസത്തിലാണ്, രോഗിയാണ്. കാരുണ്യവാനായ റബ്ബ് ശിഫ നൽകട്ടെ. എന്ത് തടസ്സമുണ്ടെങ്കിലും അല്ലാഹു നോക്കും, എല്ലാം ശരിപ്പെടുത്തട്ടെ. ഇനിയും ദീനിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി നേതൃത്വം നൽകാനുള്ള ആരോഗ്യത്തോടെ ഇസ്സത്തോടെയുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനികളെ, വർത്തമാന സാഹചര്യത്തിൽ പല വെല്ലുവിളികളും നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും പല പ്രതിസന്ധികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈമാനികമായി, ആത്മീയമായി ഒരു പ്രതിസന്ധിയിലൂടെയാണ് എല്ലാവർക്കും മനസ്സമാധാനത്തോടെ, ശാന്തിയോടെ, സ്വസ്ഥതയോടെ ജീവിക്കണം എന്നതാണ്. ശാന്തി കിട്ടാനുള്ള വഴികൾ നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല ആളുകളും മനുഷ്യന്റെ ആത്മീയത ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. ആത്മീയ പലതിനും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ തന്നെ ആത്മീയതയിലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പല രീതിയിലും ചൂഷണം നടത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്നത്തെ ഖുതുബയിൽ വളരെ മനോഹരമായി വർത്തമാന സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ചും കപട സൂഫിസത്തെക്കുറിച്ചും മനോഹരമായ, പ്രൗഢമായ, പ്രസിദ്ധമായ ഹദീസിന്റെ താളുകളിലൂടെ നാം കേട്ടു കഴിഞ്ഞു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വിശാലമായ, മനോഹരമായ, പ്രൗഢമായ ഹദീസ്. ഒരു ദിനം ഞങ്ങളൊക്കെ പുണ്യനബിയുടെ സമക്ഷത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനായ, ഞങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത തൂവെള്ള വസ്ത്രം ധരിച്ച, മനോഹരമായ, നല്ല മുടികളുള്ള, സുന്ദരമായ ഒരു മനുഷ്യൻ ഞങ്ങളെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ ഇരിക്കുകയും, ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ചരിത്ര സംഭവമാണ്. മസ്ജിദുൻ നബിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്ന് ഇസ്ലാമിനെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച് അവിടുന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏക ഇലാഹായ അല്ലാഹുവിനെ ഉൾക്കൊള്ളുക, ഷഹാദത്ത് കലിമ മനസ്സ വാച കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തമാക്കുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന്, അങ്ങനെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത്യാദി കർമ്മങ്ങൾ നിലനിർത്തുക. അതോടൊപ്പം തന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യനാളിൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക. തുടർന്ന് പറഞ്ഞു ഇഹ്സാൻ. ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശയമാണ് ഈ ഹദീസിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വന്ന ആള് ഹദീസിന്റെ അവസാനം ചോദിക്കുന്നുണ്ട് ഉമർ തങ്ങളോട്, ആരാണ് നിങ്ങൾ അരികിലേക്ക് വന്നതെന്നറിയുമോ? ഇല്ല. ഫഇന്നഹു ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, പഠിപ്പിക്കാൻ വേണ്ടി. ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങളും എല്ലാ അർത്ഥത്തിലും അത് ഇലാഹി, അള്ളാഹുവിൽ നിന്നാണ്. വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പൈതൃകത്തെക്കുറിച്ച്, രൂപങ്ങളെക്കുറിച്ച് ജിബ്രീൽ ചോദിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നു. ചുരുക്കത്തിൽ ഓരോ വ്യക്തിയിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഉണ്ടാകണം. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ ആദർശ കാര്യങ്ങളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, നാം ചെയ്യുന്ന അനുഷ്ഠാനങ്ങളാണ്. ഈ രണ്ടും യഥാർത്ഥ രീതിയിൽ ഇഹ്സാനിലൂടെ,
അഥവാ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഹ്സാൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തിൽ ഉണ്ടായിരിക്കേണ്ട ആത്മീയ വിശുദ്ധിയാണ്. നമ്മെ സംരക്ഷിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എല്ലാം കാണുന്നുണ്ട്. അള്ളാഹുവിനെ നീ കാണുമ്പോൾ ആരാധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഴിവിന്റെ പരമാവധി നാം ചെയ്യുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തും. നമ്മൾ ആദരിക്കപ്പെടുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റു വല്ല കർമ്മങ്ങളോ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ നാം ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധയോടെ നാം ചെയ്യും. എന്നതുപോലെ റബ്ബിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ആത്മീയമായ ഉന്നതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തത് കൊണ്ട് അള്ളാഹുവിനെ നേരിട്ട് കാണാൻ, ദർശിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഈമാനികമായ ആ പ്രഭ നമ്മിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. എന്നാലും അത്രമായി ആത്മീയമായി നീ ഉന്നതിയിലെത്തില്ലെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും, നിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ എറിയുന്ന റബ്ബ് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ, ചുരുക്കത്തിൽ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ആത്മീയമായ വിശുദ്ധിയോടെ, ഹൃദയ സാന്നിധ്യത്തോടെ ചെയ്യുന്ന കർമ്മമാണ് ഇഹ്സാൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയം മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിക ആശയ ആദർശങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴേ, യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴേ അതിലേക്ക് പ്രതിഫലം ലഭിക്കൂ എന്ന് മാത്രം. ഈ അടുത്ത് നിങ്ങൾ കണ്ടു കാണും, ഇതിന് വിപരീതമായി ഇപ്പോൾ പല കപട ഭക്തന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. സൂഫികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. മതം വേണ്ട, മനുഷ്യരെ സ്നേഹിച്ചാൽ മതി എന്നാണ്. സത്യത്തിൽ ഈ അടുത്ത് നിങ്ങൾ കാണും, അവരുടെ പേര് തന്നെ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന. സൂഫി ഇസ്ലാമിക്, അതിൽ തന്നെ അവർ ഇസ്ലാം കൊടുക്കാൻ മറന്നിട്ടില്ല. എന്തൊരു അബദ്ധ ജടിലമാണ്. ചുരുക്കത്തിൽ അത്തരത്തിലുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലെ വിഡ്ഢികളെ കുറിച്ച് പൊന്നനബി മുഹമ്മദ് മുസ്തഫ യഖൂലു ഫീ ആഖിരിസ് സമാൻ ദജ്ജാലൂന കദാബൂൻ, നൂറ്റാണ്ടുകൾ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കപടന്മാർ രംഗപ്രവേശനം. എന്നിട്ട് നിങ്ങൾ കേൾക്കാത്ത പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ഹദീസ് ഇവർ പറയുന്നതാണ്. പുണ്യനബിയെ കുറിച്ച് പറഞ്ഞത്, പ്രവാചകർ മുഹമ്മദ് നബി മതം പ്രചരിപ്പിച്ചിട്ടില്ല, സ്നേഹമാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ്. മതത്തിന്റെ അകത്തിടത്തിൽ ചെയ്യുമ്പോഴാണ് നന്മകൾക്ക് പ്രതിഫലം. സ്നേഹത്തിന് മതം ഒരിക്കലും തടസ്സമല്ലല്ലോ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ അൽ ഖൽഖു ഇയാദുല്ലാഹ് ഫഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ് മൻ അഹ്സന ഇയായി. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്. അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹൈന്ദവനെന്നോ പറഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ചുരുക്കത്തിൽ മനുഷ്യ സ്നേഹം എന്നുള്ളത് മതത്തിന്റെ കാഴ്ചപ്പാടാണ്. ഒരു ഹദീസിൽ കാണാം, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് ഇദ്ഖാലുസ് സുറൂരി അലന്നാസ്, ഏറ്റവും സുഹൃത്തുക്കൾ മനുഷ്യർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഇത്തരത്തിലുള്ള മുസ്ലിം നാമധാരികൾ പത്രസമ്മേളനം നടത്തിയത്, ഇസ്ലാം അങ്ങനെ പ്രത്യേകമായ മതമൊന്നുമില്ല, മനുഷ്യ സ്നേഹം മതി എന്ന. നമ്മൾ പലപ്പോഴും, അതും നമ്മുടെ കൂട്ടത്തിൽ പല വേഷധാരികൾ കപട ആത്മീ അണിച്ച് ഇസ്ലാമിനെതിരെ, മതത്തിനെതിരെ, മതം പ്രശ്നമല്ല, മനുഷ്യ സ്നേഹം ഉണ്ടായാൽ മതി. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി സൂറത്തുൽ ബഖറ 132 സൂക്തത്തിൽ വവസ്സാ ബിഹാ ഇബ്രാഹിം ബനി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്തു ആലി ഇംറാൻ 55 സൂക്തം. ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ഒരാൾ ഉൾക്കൊണ്ടാൽ, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. മാനദണ്ഡം തന്നെ സ്വർഗം കിട്ടാൻ ഈമാൻ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പൊ സത്യത്തിൽ മനുഷ്യനെ സ്നേഹിക്കുക എന്നത്
മതം ഒരിക്കലും തടസ്സമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സൂഫിസം എന്നാൽ ഒരു പ്രത്യേകമായ ഏതെങ്കിലും ഒരു വേഷമോ കോലമോ അല്ല. ഒരു 4-5 മോതിരയും ഒരു പച്ച ഷാളിട്ടാൽ സൂഫിയാണെന്ന് ചില ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ എവിടെങ്കിലും ഇപ്പൊ കുറ്റിയാടിയിൽ ഒരു നല്ല ഔലിയുണ്ട് എന്ന് കേട്ടാൽ വേറെ നമ്മുടെ ഉമ്മമാരും അല്ലെങ്കിൽ പോകും. കിട്ടിയിടത്തൊക്കെ മണ്ട, കേട്ടതൊക്കെ ഓടുക എന്നുള്ളത് ഒരിക്കലും ചെയ്തില്ല. യഥാർത്ഥ പല രീതിയിലും കോലം കെട്ടുന്ന ഒരു കാലം വരും. അപ്പൊ പച്ച തലപ്പാവോ അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടോ കുറെ മോതിരം ഇടല്ല. സൂഫിസം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ആത്മീയ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയും, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ വലകിൻ അക്സറുഹും ലാ യഅലമൂൻ. യഥാർത്ഥ സൂഫി ഔലിയ എന്ന് പറഞ്ഞാൽ തഖ്വ, ഇസ്ലാമിന്റെ ആദർശം, ആത്മീയത ശരീഅത്തിൽ ഊന്നി കൃത്യമായിട്ട് നാം പഠിച്ച ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അവരെ കണ്ടാൽ തന്നെ ഇതാ അത്തരത്തിലുള്ള ആത്മീയതയുള്ള ആളുകളെ കണ്ടാൽ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. അത്തരത്തിലുള്ള ആളുകളാണ് എവിടെയും എല്ലാ സ്ഥലത്തും നമ്മൾ ചെന്നു പോകരുത്, അബദ്ധത്തിൽ പെട്ടുപോകരുത്. ഇത്തരത്തിലുള്ള ആളുകൾ കേൾക്കുമ്പോൾ നാം പഠിച്ച ആ രീതിയുണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ജീവിതം ചിട്ടപ്പെടുത്തുക. കാരണം ഈമാൻ, ഔലിയാക്കൾ, സൂഫികൾ എന്ന് പറഞ്ഞ അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, വിശ്വസിച്ചവരും തഖ്വയാണ് ഏറ്റവും പ്രധാനം. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അവരെ കണ്ടാൽ തന്നെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. അത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥ സൂഫികൾ. കോലത്തിലല്ല, വേഷത്തിലല്ല. നമുക്കറിയാലോ, നമ്മൾ പല മഹാന്മാരെ കണ്ടവരാണ്. അവരെ കാണുമ്പോൾ തന്നെ ഒരു ഭക്തി, അള്ളാഹ് എന്ന ചിന്ത നമ്മുടെ തെറ്റിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് നമ്മളെ നീക്കിക്കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈമാനാണ് ഏറ്റവും പ്രധാനം. ആ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, റബ്ബ് ചോദിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ, ആത്മീയ അനുഭൂതിയോടെ കർമ്മങ്ങൾ തിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരുണ്യവാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നാം ഇതുവരെ ആചരിച്ചു പോന്ന യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്.